റെഡ് ഫോർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെഡ് ഫോർട്ടിൻ്റെ ഫ്രണ്ട് ഗേറ്റിലൂടെ രാവിലെ 12 മണി വരെ പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ 2 കിലോമീറ്ററോളം വരുന്ന ഫ്രണ്ട് ഗേറ്റ് മുതൽ ബാക്ക് ഗേറ്റ് വരെയുള്ള ദൂരം നടന്ന് അവിടെ ടിക്കറ്റ് എടുക്കുന്നിടത്ത് എത്തിച്ചേർന്നു. വിദേശികൾക്കും സ്വദേശികൾക്കും 2 ചാർജാണ്. ഇനി അവിടെ എത്തിക്കഴിയുമ്പോൾ അതിനകത്ത് ഈ കാണുന്ന പോലത്തെ ഓട്ടോറിക്ഷകൾ ലഭ്യമാണ്. ചെറിയൊരു റേറ്റിൽ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഗേറ്റ് വരെ എത്താം. എന്തോ എനിക്കതൊരു വലിയ ബിസിനസ് പോലെ തോന്നി. കാരണം ഫ്രണ്ട് ഗേറ്റിലൂടെ നമുക്ക് പ്രവേശിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ വരെ നടക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട് ഗേറ്റിൽ നിന്ന് വീണ്ടും ഇതുപോലത്തെ വണ്ടി പിടിക്കുക. അതിനുശേഷം ഇതിൻ്റെ അകത്ത് വന്നിട്ട് ബാക്ക് ഗേറ്റിനടുത്തുനിന്ന് ഫ്രണ്ട് ഗേറ്റ് വരെ വീണ്ടും ഓട്ടോ എടുക്കുക. അത് അവർക്കൊരു തൊഴിലുണ്ടാക്കാനാണെന്ന് വരെ ഞാൻ വിചാരിച്ചു പോയി. പക്ഷേ അതേസമയം അതിൻ്റെ ഒരു പോസിറ്റീവ് ഗുണം കിട്ടിയത് എന്താ വെച്ചാൽ ഈ സൈഡൊന്നും ഒരു പക്ഷേ അല്ലെങ്കിൽ കാണില്ലായിരുന്നു. അത് കാണാൻ വേണ്ടി കൂടിയായിരിക്കും അങ്ങനെ ചെയ്തത്. നോക്കുക, ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് ഈ പുല്ല് കാണുന്നില്ലേ, അത് അവിടെ വെള്ളമാണ്, കിടങ്ങ് നിർമ്മിച്ചേക്കുന്നതാണ്. അതായത് ശത്രുക്കൾ വന്ന് ആക്രമിക്കാതിരിക്കാൻ, അവർക്ക് ആ കെട്ടിടത്തിലേക്ക് പ്രവേശനം സാധ്യമാക്കാതിരിക്കാൻ വേണ്ടി ചുറ്റും വെള്ളം നിറച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ അവിടെ പുല്ലാണ്. പിന്നെ ഈ കെട്ടിടത്തിൻ്റെ ഭംഗിയെന്ന് പറഞ്ഞ് ഇതിൻ്റെ ഓരോ ഇഞ്ചും ഇങ്ങനെ ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാൻ തോന്നില്ല. അത്രയ്ക്ക് നമ്മൾ വേറെ ഏതോ ഒരു കാലഘട്ടത്തിൽ നിൽക്കുന്ന പോലെയോ എന്തൊക്കെയോ. എനിക്ക് പണ്ട് ഇങ്ങനത്തെ ഈ പുരാവസ്തു നിർമ്മിതികളൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ കാലം ചെല്ലുന്തോറും ലോകം മനസ്സിലാക്കുന്നതോറും ചരിത്രം മനസ്സിലാക്കുന്നതോറും ഇങ്ങനെയുള്ള സ്ഥലത്ത് എത്തി നിൽക്കുമ്പോൾ നമുക്ക് ആ കാലഘട്ടത്തെ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് ആളുകളും ചുറ്റും ശത്രുക്കൾ ആക്രമിക്കാനായിട്ട് വരുന്നത്, അങ്ങനത്തെയൊക്കെ പല ഓർമ്മകൾ. ഇത് വെറും ഒരു കാഴ്ച മാത്രമല്ല, ഒരു അനുഭവം കൂടിയാണ്. ഇതിൻ്റെ ഞാൻ ഫസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ ഇതിനകത്താണ് ശരിക്കും ഒരുപാട് കാണാനുള്ളത്. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഈ നിർമ്മിതികൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് മതിമറന്ന് നിന്ന് പോകും. നടന്ന ക്ഷീണമുണ്ട്, പിന്നെ ഇനി ഈ വഴിക്ക് വരില്ല. അതുകൊണ്ട് തന്നെ പരമാവധി അങ്ങനെ ക്യാമറയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനി അങ്ങ് കുറേ ഈ പറഞ്ഞ 2 കിലോമീറ്ററോളം നടക്കണം. ഞാൻ വണ്ടി എടുത്തില്ല. ഇവിടെ കണ്ടോ ഇങ്ങനെ വേസ്റ്റ് ഇട്ടേക്കുന്നത്, ഇതാണ് ഏറ്റവും വലിയൊരു മോശമായ കാര്യം. ഇത്രയും മനോഹരമായി പരിപാലിക്കുന്നവരടുത്ത് ചായക്കപ്പും കുപ്പിയും ഇത് വാട്ടർ ബോട്ടിലിൻ്റെ ഒഴിഞ്ഞ കുപ്പിയൊക്കെ ഇട്ട് കടലാസൊക്കെ വേസ്റ്റ് ഇട്ടത് അരിക് ഭാഗം വൃത്തികേടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗമൊക്കെ നല്ലോണം കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഓട്ടോറിക്ഷ എടുത്തില്ല. പകരം ഇതിൽ നടന്ന് തന്നെ പോകുന്നത്. ഇനി ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ 2 പാർട്ടായിട്ടാണ് എടുക്കുന്നത്. ഈ ഫ്രണ്ട് ഗേറ്റ് എത്തി ഒരു അല്പം കൂടി ഉള്ളവരെ അപ്പോഴേക്കും എൻ്റെ ഫോൺ സ്വിച്ച് ഓഫായി. എനിക്കതിനകത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ വായിച്ച കഥകളിലും ചരിത്രത്തിലുമൊക്കെ വായിച്ച ആ കാര്യങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന പോലെ. ഒരു പക്ഷേ 1600-കളിൽ മറ്റാണ് ഈ കഴുത്ത് പണിതതെന്ന് പറയുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പോലെയാണ് ഇതിനകത്ത് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരിക. അന്ന് ജീവിച്ചിരുന്ന ഈ ഷാജഹാനും പരിവാരങ്ങളെയൊക്കെ നമുക്ക് അങ്ങനെ മനസ്സിൽ കാണാൻ പറ്റുന്ന പോലെ, അല്ലെങ്കിൽ അവരവിടെയൊക്കെ ഉള്ള പോലത്തെ ഒരു അനുഭവം. അത് വല്ലാത്തൊരു ഇതാണ്. എൻ്റെ മനസ്സിലേറ്റവും ഇതായിട്ട് തോന്നിയത് നമ്മുടെ കേരളത്തിലെ സ്കൂൾ കുട്ടികളെ ടൂറ് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുവന്നെങ്കിൽ. കാരണം ഇത്രയധികം ചരിത്രപരമായ പ്രാധാന്യമുള്ള കെട്ടിടങ്ങൾ ഈ ഇതുപോലുള്ള വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് അധികമുള്ളത്. അപ്പോൾ അത് കാണാൻ നമ്മൾ ദൂരം എന്നുള്ള ഒറ്റൊരു പ്രശ്നം കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇത്തരം അവസരം നിഷേധിക്കുന്നത്. ചരിത്ര പാഠപുസ്തകങ്ങൾ 10 കൊല്ലം പഠിക്കുന്നതിനേക്കാളും വലിയ അറിവാണ് ഇത്തരം നിർമ്മിതികൾ ഒരു കുറച്ച് നേരം കാണുമ്പോൾ കിട്ടുന്ന അറിവും അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി വരുന്ന ആളുകളിൽ കുട്ടികളെയൊക്കെ ഇതുപോലെ ദൂരമാണെങ്കിലും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ടൂർ കൊണ്ടുപോകാൻ ഇടവരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പൊതുവെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളുകളിലൊക്കെ പാരൻസ് അവരവരുടെ ജില്ല വിട്ട് പോലും കുട്ടികളെ വിടാൻ അനുവദിക്കാത്തവരാണ്. പെട്ടെന്ന് തന്നെ വിവാഹം കഴിച്ചു പോകുന്നു, അതിനുശേഷം അവർക്കൊന്നും അറിയാനോ കാണാനോ പറ്റാതിരിക്കുന്നു. ഇപ്പോഴൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ സോളോ ട്രിപ്പൊന്നും അല്ലെങ്കിൽ വിദേശികൾ യാത്ര ചെയ്യുന്ന പോലെ യാത്ര ചെയ്യണം, യാത്രയുടെ ഗുണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഇതിലേക്ക് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാതെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്ന വലിയ നഷ്ടം തന്നെയാണ്.
ഞാൻ ഈ ട്രിപ്പ് പാക്കേജിൻ്റെ ഭാഗമായിട്ടല്ല വന്നത്. ഇന്നലെ എടുത്ത പാക്കേജിൻ്റെ ഭാഗമായിട്ട് 600 രൂപ പാക്കേജിൻ്റെ ഭാഗമായിട്ടുള്ളതായിരുന്നു ഇത്. പക്ഷേ സമയം ലേറ്റ് ആയതുകൊണ്ട് 6 മണിക്ക് കഴിഞ്ഞായിരുന്നു ഞങ്ങൾ ഇതിൻ്റെ പരിസരത്തെത്തുമ്പോൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിത് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് ഞാനൊരു സോളോ ട്രിപ്പ് പോലെ വന്നതാണ്. ഇങ്ങനെ ഒറ്റയ്ക്ക് വരുന്നതുകൊണ്ടാണ് ഇത്രയധികം സമയമൊക്കെ ഇവിടെ ഇങ്ങനെ ചിലവഴിക്കാൻ പറ്റുന്നത്. ഞാൻ മറ്റ് കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കുറച്ചിട്ട് ഇത് ഈ സ്ഥലങ്ങൾ കാണാനായിട്ട് കൂടുതൽ സമയം, ഏകദേശം ഒരു ഫുൾ ഡേ ഞാനിവിടെ ചിലവഴിച്ചിട്ടുണ്ട് ഇതിനകത്ത് എത്തുന്നവരെ. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് വന്നുകൊണ്ടാണ് ഇത്ര നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നു, നമ്മൾ തന്നെ സ്വയം ചിന്തിക്കുന്നു. നമുക്ക് ഈ നാട്ടിലെ ആളുകളുടെ ഭാഷ അറിയാത്തതുകൊണ്ടും നമുക്ക് ആരുമായിട്ട് വലിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ നമ്മൾ ഒറ്റയ്ക്ക് ഇത് കണ്ട് നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വരുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന അറിവും വ്യത്യസ്തത തന്നെയാണ്. ഇവിടെയും ടൂറിസ്റ്റ് ഗൈഡ് ലഭ്യമാണ്, പക്ഷെ എന്തോ ഞാൻ അത് സ്വീകരിച്ചില്ല. ഞാൻ ഇത്തരം നിർമ്മിതികൾ ഇത്രയധികം കണ്ടുകൊണ്ടിരിക്കുന്നതും ക്യാമറയിൽ പകർത്തുന്നതിനും കാരണം B.Ed ക്ലാസ്സിലെ അധ്യാപകർ എപ്പോഴും പറയുമായിരുന്നു, നമ്മുടെ പൗരന്മാർക്ക് മേസ്തിരി പണി ചെയ്യാൻ അറിയില്ല, സ്വന്തമായിട്ട് ചുമര് തേക്കാൻ അറിയില്ല, സ്വന്തമായിട്ട് ചുമര് പണിയാൻ, ആശാരി മേസ്തിരി പണികൾ അറിയില്ല. വിദേശ വിദ്യാഭ്യാസത്തിൽ അതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ജീവിക്കാനുള്ള അറിവ് പ്രാപ്തിയാണ് വിദ്യാഭ്യാസം. അപ്പോൾ നമുക്ക് ജീവിക്കാൻ ആവശ്യമാണ് വീട്. അതൊക്കെ നമ്മൾ അതിനൊക്കെ മിക്ക കാര്യങ്ങളും നമുക്ക് സ്വന്തമായിട്ട് പണിയാൻ പറ്റണം. അങ്ങനെയുള്ള വിദ്യാഭ്യാസം വിദേശ രാജ്യങ്ങളിൽ ലഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്തെ അവിടുത്തെ കുട്ടികൾ വന്ന് വിദ്യാഭ്യാസം നേടുന്ന കഥകളൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിച്ചെടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ എൻജിനീയറിങ്ങിന് പഠിക്കുന്നതാണ്, നിർമ്മിതികളൊക്കെ എൻജിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ധരിച്ചിരിക്കുന്ന ഞാനും എന്നെ പോലുള്ളവരുടെ മുൻപിൽ ഈ കെട്ടിടം എന്നെ ഇത്രയ്ക്കും വിസ്മയിപ്പിക്കാനും അതിശയിപ്പിക്കാനും ഒരു ചോദ്യചിഹ്നമായി നിൽക്കാൻ കാരണം, ഈ 400 കൊല്ലങ്ങൾക്ക് മുൻപ് ഇത്രയ്ക്കും ഫിനിഷായിട്ട് എൻജിനീയറിംഗ് ഒന്നും ഇല്ലാത്ത കാലത്ത് ഇന്നത്തെ കാലത്തെ കെട്ടിടങ്ങളെക്കാളും ഇത്രയ്ക്കും ഫിനിഷിങ്ങിലും സുരക്ഷിതത്വത്തിലും ഇങ്ങനെയുള്ള നിർമ്മിതികൾ പണിതിരിക്കുന്നതിൻ്റെ ആ ഒരു രഹസ്യം. അപ്പോൾ വിദ്യാഭ്യാസത്തിന് എന്ത് പ്രാധാന്യം, ഈ സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷണൽ എഡ്യൂക്കേഷനിൻ്റെ പ്രാധാന്യം എന്താണ്? കാരണം ഇതൊക്കെ വളരെ കുറച്ച് കാലമായിട്ടാണല്ലോ ഈ വ്യവസ്ഥാപിത വിദ്യാഭ്യാസ സംഭവം വന്നിട്ട്. പക്ഷേ ഈ കെട്ടിടങ്ങൾ നിങ്ങൾ ഓരോ ഭാഗവും നോക്കുക, ഇന്നത്തെ എൻജിനീയറിങ്ങും ഈ കെട്ടിടത്തിൻ്റെ നിർമ്മിതിയും തമ്മിലുള്ള ഒരു അന്തരം. പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ പണിയുന്ന കെട്ടിടങ്ങളൊക്കെ, ഞാൻ മുൻപ് ജോലി ചെയ്തിരുന്ന സ്കൂൾ 1.5 കോടിക്കാണ് നിർമ്മിച്ചത്. കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് 2 മാസം കഴിഞ്ഞപ്പോഴേക്കും അതിന് ചുമര് ചോരാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് അത് ഘട്ടഘട്ടമായിട്ട് അത് നശിച്ചു പോകുന്നതാണ്. അപ്പോൾ ഈ 400 കൊല്ലത്തിന് ശേഷവും ഈ കെട്ടിടങ്ങൾ എങ്ങനെ നിൽക്കുമ്പോൾ എന്താണ് സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ്റെ പ്രസക്തി എന്നുള്ളത് കൂടിയായിരിക്കാം ഒരുപക്ഷെ എന്നെ ഇത്രയധികം സമയം ഇവിടെ ചിലവഴിക്കാൻ, ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനും പ്രേരിപ്പിക്കുന്നത്. കൂടാതെ ഞാൻ ചിന്തിച്ച കാര്യം, ഒരുപക്ഷെ ഇന്നത്തെ ഇന്ത്യ, ഇന്നത്തെ പാർലമെൻറ്റ് ഹൗസോ അല്ലെങ്കിൽ ഇന്ന് ഭരണവുമായിട്ട് ബന്ധപ്പെട്ട കെട്ടിടങ്ങളും കാര്യങ്ങളും ഒരു 50 കൊല്ലം 100 കൊല്ലം കഴിയുമ്പോൾ അടുത്ത തലമുറയും ഇത് ഒരു പരിഹാസത്തോടെയോ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥശൂന്യത എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് നിന്നേക്കാം. കാര്യം ഞാൻ ഈ ചുറ്റും കാണുന്ന വെള്ളത്തിൻ്റെ കിടങ്ങ് നിർമ്മിച്ചിരിക്കുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഇതിപ്പോൾ ആർക്കാ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി ആക്രമിച്ചിട്ട് എന്ത് കിട്ടാനാണ് എന്നൊക്കെ അങ്ങനെ നമ്മളൊരു തമാശയോടുകൂടി ഓർക്കും. പക്ഷേ അതിൽ കാര്യമുണ്ട്. നമ്മൾ അകത്ത് ചെല്ലുമ്പോൾ കാണാം അവിടുത്തെ കെട്ടിടങ്ങളുടെ അകത്തെ സീലിങ്ങിൽ സ്വർണം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് പിന്നീട് ആക്രമിച്ച രാജാക്കന്മാർ ആ സ്വർണ്ണ ഭാഗങ്ങൾ പൊളിച്ചെടുത്തുകൊണ്ട് പോയി എന്നൊക്കെ ഗൈഡ് പറഞ്ഞു തരുന്നത് കണ്ടിരുന്നു, വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിരുന്നു. എന്താണെങ്കിലും മനുഷ്യനിൽ നിന്നുള്ള രക്ഷയ്ക്കും സുരക്ഷിതത്വത്തിനും വേണ്ടിയാണ് ഇത്രയ്ക്കും ഉയരത്തിലും ഇത്രയ്ക്കും കെട്ടുറപ്പിലെ കെട്ടിടങ്ങൾ പണിതത്. അതിനുവേണ്ടി വന്ന മനുഷ്യോർജം, അതിനുവേണ്ടി വന്ന സമയം, അതിനുവേണ്ടി ചിലവാക്കിയ പണം, ഇതൊക്കെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ ഒരു അർത്ഥശൂന്യത തോന്നുമല്ലോ. സ്വാഭാവികമായിട്ടും ഈ 2024 ഇന്നത്തെ നമ്മുടെ ഈ ലോകവും രാജ്യത്തെ നിർമ്മിതികളും വരും തലമുറകളും ഒരുപക്ഷെ ആ രീതി കാണുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ
ഉണ്ടായേക്കാം. പക്ഷികൾ കൂടുകൾ നിർമ്മിക്കുന്നത് കണ്ടിട്ടില്ലേ? ചുറ്റുപാടുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ച് ചുള്ളിക്കമ്പും മണ്ണും എല്ലാം ഉപയോഗിച്ച് എത്ര മനോഹരമായ എത്ര സെക്യൂറായിട്ടുള്ള കൂടുകളാണത് നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു എല്ലാ ജീവികൾക്കും ഈ എന്താ പറയുക കൂട് നിർമ്മിക്കുക ഇതും വലിയ കൂട് ആണല്ലോ. അപ്പോൾ അങ്ങനെ നിർമ്മിക്കാനുള്ളതിന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമില്ല. അത് പരിശീലനമാണ് ചെയ്ത് ഉണ്ടാകുന്നതാണ്. ഇപ്പം തന്നെ നമ്മുടെ നാട്ടിൽ വരുന്ന ബംഗാളികൾ അവരാരും ഒന്നും പഠിച്ചിട്ടല്ല വരുന്നത്. ഞാൻ പലപ്പോഴും അത്തരം തൊഴിലാളികളുടെ സേവനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. മുറ്റത്തെ ടൈൽസ് ഒട്ടിക്കാൻ പറഞ്ഞാൽ അവരപ്പം തന്നെ അവർ ജസ്റ്റ് ഒരു പ്രാവശ്യം കാണിച്ചു കൊടുക്കുന്നു, അവരതുപോലെ തന്നെ ചെയ്യും. നമ്മുടെ ഭാഗത്തു നിന്നൊരു പണിക്കാരൻ അയാൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ചെയ്യുന്നു. പെയിൻ്റ് അടിക്കാൻ ഒരിക്കൽ പോലും പെയിൻ്റ് അടിച്ചിട്ടില്ലാത്ത അവർ വന്ന് പെയിൻ്റ് അടിക്കുന്നു. ഇപ്പം നമ്മുടെ ഒരു ധാരണയാണ് ഇതിനൊക്കെ വർഷങ്ങൾ നീളുന്ന സ്പെഷ്യലൈസ്ഡ് എഡ്യൂക്കേഷൻ കിട്ടിയാൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു തെറ്റിദ്ധാരണയായിരിക്കാം. ആ തെറ്റിദ്ധാരണയാണെന്നാണ് ഈ നിർമ്മിതികൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഇനിയിപ്പോൾ അന്നത്തെ കാലത്ത് ഇതിനുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരുന്നോ എന്നറിയില്ല. ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ കെട്ടിടങ്ങൾക്കും അതേ ഗുണം ഉണ്ടായിരുന്നേനെ. ആ വിദ്യാഭ്യാസം തുടർന്നുകൊണ്ട് വന്ന് ഇത് ഒരു സ്വന്തമായി സ്കില്ല് ഉപയോഗിച്ച് ചെയ്ത വർക്കുകളാകാം ഇത്. ഇതിൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞ് പലയിടത്തും നമ്മൾ കാണുമ്പോൾ ഈ 400 വർഷമായിട്ട് ഈ കെട്ടിടം എങ്ങനെ ഒരു കേടുപാടില്ലാതെ ഇരിക്കുന്നു എന്നുള്ളത് ഈ പിന്നീട് വരുന്ന അധികാരദാഹികളോ അല്ലെങ്കിൽ രാജാക്കന്മാരും ബ്രിട്ടീഷുകാരും ഒക്കെ ആക്രമിച്ച് ഉണ്ടായിട്ടുള്ള ദോഷങ്ങളല്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇതിന് യാതൊരുവിധ ക്ഷയവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അത് നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിലെ ഈ സ്പെഷ്യലൈസ്ഡ് എഡ്യൂക്കേഷൻ അല്ല പ്രാധാന്യം, പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് എഡ്യൂക്കേഷൻ. അതുകൂടാതെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ അതിലേക്ക് എത്തുക എന്നുള്ള ഒരു വലിയ കാര്യം കൂടിയുണ്ട്. ഇന്നിപ്പോൾ സ്റ്റാറ്റസ് നോക്കിയും വരുമാനം നോക്കിയും ഒക്കെയാണ് പല പ്രൊഫഷനുകളിലേക്കും പൗരന്മാർ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ചേർക്കുകയോ അവർ സ്വയം ചേരുകയോ ചെയ്യുന്നത്. എന്നാൽ ആ കാലഘട്ടത്തിൽ അതിനേക്കാൾ ഉപരിയായിട്ട് ആ മേഖലയിൽ കഴിവുള്ളവർ ഈ കെട്ടിടത്തിൻ്റെ പുറത്തും അകത്തുമുള്ള നിർമ്മിതികൾ കണ്ടാൽ നമുക്കറിയാം. നല്ലപോലെ വരയ്ക്കാൻ അറിയാവുന്നവർ, കൊത്തുപണികൾ ചെയ്യാൻ അറിയാവുന്നവർ, ആ ഓരോ വർക്കിലും ആ ഒരു പ്രത്യേക സ്കില്ലുള്ള ആളുകളായിരിക്കാം അവിടെ ഉണ്ടായിരുന്നിട്ടുള്ളത്. അതാണ് ഇതിൻ്റെയൊക്കെ ഭംഗി. ഇന്നിപ്പോൾ ആതുര സേവനത്തോട് യാതൊരു താല്പര്യവുമില്ലാതെ എന്നാൽ അതൊരു സ്റ്റാറ്റസ് സിമ്പലാക്കാനും അതിൽ നിന്നുള്ള വരുമാനം അതിൻ്റെ പേരിൽ വിദേശ രാജ്യങ്ങൾ കാണാനൊക്കെ ആയിട്ട് MBBS എടുക്കുന്നവരും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണമോ അല്ലെങ്കിൽ സയൻസ് സബ്ജക്റ്റുകളോട് യാതൊരു അടുപ്പമോ അത് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ എൻജിനീയറിങ്ങിലേക്ക് വരുമ്പോൾ അവിടെയൊന്നും ഈസ്തെറ്റിക്സ് സെൻസോ അതല്ലെങ്കിൽ വേണ്ടത്ര കൺവീനിയൻസോ ഒരു ഉചിതമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിർമ്മിതികൾ കാണാതെ പോകുന്നതിൻ്റെ കാരണം അതായിരിക്കാം. അതുകൊണ്ട് തന്നെയായിരിക്കും പെട്ടെന്ന് തന്നെ കെട്ടിടങ്ങൾക്ക് കേടുപാട് സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. പല സോഷ്യൽ മീഡിയകളിലും എൻജിനീയേഴ്സ് പണിത റോഡ്, പണ്ട് കാലത്ത് ഇതൊന്നും പഠിക്കാത്തവർ പണിത റോഡ്, രണ്ടിന് കെട്ടുറപ്പ് ഒരു ഹാസ്യാദ്യോതകമായി കൊടുത്തിരിക്കുന്നത് കാണുമ്പോൾ ഞാനതിന് എന്തിനാണ് അങ്ങനെ നെഗറ്റീവ് ഇടുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ അറിയാതെ ഞാനും അങ്ങനെ തന്നെ ചിന്തിച്ചു പോവുകയാണ്. ഒരു ആഫ്രിക്കൻ സ്ത്രീയും ഒരു യൂറോപ്യൻ യുവാവും കൂടി നടക്കുന്നതാണ്. അവരെ അങ്ങനെ പലരും അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ എൻ്റെ ക്യാമറയുടെ മുന്നിലായിട്ട് വെറുതെ എടുത്തതാണ്. എന്തായാലും ഒരു ശ്വാനൻ അവിടെ സംരക്ഷണത്തിനുണ്ട്. ഇപ്പോഴും ഞാൻ അകത്ത് കയറിയിട്ടില്ല. പുറത്തെ കാഴ്ച അവസാനമായിട്ട് ഒന്നും കൂടി ക്യാച്ച്. ഈ ഭാഗത്ത് വെള്ളമില്ല കേട്ടോ. അവിടെ ഒരു എന്താ പറയുക ഒരു ചെറിയ പാലം പോലെ സിമെൻറ്റ് ചാക്ക് വെച്ച് ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. അതിനകത്തൂടെ പോകാനുള്ള സംവിധാനമായിരിക്കാം. എന്താണെങ്കിലും ഇതിങ്ങനെ പ്രിസർവ് ചെയ്യുന്ന സംരക്ഷിക്കുന്ന ഇന്ത്യൻ ഗവൺമെൻറ്റിന് മൈ ബിഗ് സല്യൂട്ട്. ഇത്ര മനോഹരമായിട്ടാണ് ഇതിനെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് ആ കാലഘട്ടത്തിലെ കാര്യങ്ങൾ കാണാൻ പറ്റുന്നു. ഇത് തച്ചുടച്ച് കളയാതെ നശിപ്പിക്കാതെ നിലനിർത്തിയ ആ മഹാമനസ്കതയെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം. ഇന്നലെ പാക്കേജിൻ്റെ ഭാഗമായിട്ട് പോയ കെട്ടിടം അല്ലാതെ താജ്മഹലും ഒക്കെ പോയിടത്തൊക്കെ ഇങ്ങനെ പുറമേയുള്ള കെട്ടിടം മാത്രമാണ് നമുക്ക് കാണാൻ കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ഇത്രയധികം സമയം ഉപയോഗിച്ചത് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ ഈ ഒരു സംഭവം എവിടെയെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല.
കാരണം ഇതിനകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ ഒരു സാധാരണ സ്ഥലം പോലെയാണ് അവിടെ. ഇത് ചില ഭാഗം എനിക്ക് മനസ്സിലായിട്ടുണ്ട് എവിടെയാണ് ഇത് ഉള്ളതെന്നുള്ളത്. മാത്രമല്ല ഇതിനകത്ത് ഇത്രയും പൊക്കമൊന്നുമില്ല. ഇതിൻ്റെ ഒരു പകുതി പൊക്ക ഭാഗത്താണ് അതിന് തറ വരുന്നത്. അപ്പോൾ അത് കുറച്ച് ഭൂമിക്ക് അടിയിൽ നിന്ന് നിർമ്മിച്ചതെന്തോ നമുക്ക് കാണാമല്ലോ, ഈ പച്ചപ്പുല്ല് കാണുന്ന ഭാഗം വെള്ളമാണ്. അപ്പോൾ വെള്ളം ഉണ്ടാവണമെങ്കിൽ അത്രയ്ക്ക് ആഴത്തിൽ അത് കുഴിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഉയരമാണിത്. സത്യത്തിൽ ഇതിൻ്റെ ഒരു പകുതിയിൽ മേലെ വരുന്ന ഭാഗത്താണ് അതിൻ്റെ അകത്തെ കെട്ടിടത്തിൻ്റെ തറഭാഗം വരുന്നത്. മാത്രമല്ല സാധാരണ രീതിയിലുള്ള എന്തിനു പറയുന്നു, അതൊരു വേറൊരു രാജ്യം തന്നെയാണെന്ന് തോന്നുന്നു. അത്രയ്ക്കും സമ്പന്നമായ ഒരു പൈതൃകമോ അല്ലെങ്കിൽ സമ്പന്നമായ ഒരു രാജ്യത്ത് നിൽക്കുന്ന പോലെയാണ് ഇതിൻ്റെ അകത്തേലും എന്ന് മുൻകൂട്ടി പറയുന്നത്. ഈ പുറമേ വെച്ച് കാണുന്നതിനിടയിൽ തന്നെ പറയുമ്പോൾ ഇതാണ് ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇതിലൂടെയാണ് നമ്മൾ കയറുന്നത്. ഇവിടെ എത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം ദൂരം സഞ്ചരിച്ചത്. അവിടെ നമ്മൾ ഫസ്റ്റ് ബാക്ക് ഗേറ്റിൽ നിന്ന് ടിക്കറ്റ് എടുത്തു. പിന്നെ ഇവിടെ 2 യുദ്ധത്തിന് ഉപയോഗിക്കുന്ന 2 ഉപകരണങ്ങൾ വെച്ചിട്ടുണ്ട്. അതിനടുത്ത് നിന്ന് ആളുകൾ ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കാണ്. ആ തിരക്കൊന്ന് കുറഞ്ഞവരെ വീണ്ടും ഞാനിവിടെ ഇപ്പോഴാണ് വെയിലായത്. ഞാൻ ഏർലി മോർണിംഗ് വന്നു. ഇപ്പോൾ മൊത്തം ഒരു മൂടിക്കെട്ട് കാർമേഘമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഇതിൻ്റെ എൻട്രൻസ് ഭാഗത്തേക്ക് എത്തുന്നത്. പൊതുവെ ഇതുവരെ കണ്ട കെട്ടിടങ്ങളുടെ ഇങ്ങനെ പുറമേ എന്നുള്ള കാഴ്ചകൾ ഉണ്ടാകാറുള്ളൂ. അതുകൊണ്ട് ഇവിടം കൊണ്ട് തീർന്നെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതിനകത്ത് ചെല്ലുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന കാഴ്ചകൾ അത് വാക്കുകളിലോ ചിത്രങ്ങളിലൂടെ വീഡിയോയിലൂടെ ഒന്നും വർണ്ണിക്കാൻ പറ്റുന്നതല്ല. സത്യത്തിൽ ഇപ്പോഴും എൻ്റെ മനസ്സ് അവിടെ നിന്ന് വിട്ടു പോന്നിട്ടില്ല. അതിനകത്തിങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. അതിൻ്റെ അകത്ത് കണ്ട കാഴ്ചകളും അത് ശരിക്കും അതൊരു രാജ്യം തന്നെയാണ്. ഇന്ത്യ എന്നുള്ള രാജ്യത്തിൻ്റെ ഒരു ഇപ്പോഴത്തെ പാർലമെൻറ്റ് ഹൗസ് പോലെയോ അല്ലെങ്കിൽ പണ്ടത്തെ രാജകൊട്ടാരങ്ങളൊക്കെ പോലെയോ ഒരു സ്ഥലം, ആ രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്ന ഒരു ഭാഗം ഒക്കെ ആയിരുന്നു കാണാം. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് എത്തി. ഇവിടെ വന്നു പോകുന്ന ആളുകളുടെ ചേഷ്ടകളും അവർ ചെയ്യുന്ന കാര്യങ്ങൾ, ഫോട്ടോ എടുക്കുന്നത്, വേഷവിധാനങ്ങൾ, അവരുടെ രീതികൾ, അതുപോലും അതൊക്കെ വേറെ വീഡിയോ ആയിട്ട് ക്യാപ്ചർ ചെയ്യേണ്ട, അല്ലെങ്കിൽ അതിനായിട്ട് വേറൊരു ദിവസമായിട്ട് ട്രാവൽ ചെയ്യേണ്ടതാണ്. ആളുകളുടെയൊക്കെ താല്പര്യങ്ങളൊക്കെ ഏകദേശം ഒരുപോലെ. ആളുകളുടെ കൗതുകങ്ങളും ആളുകളുടെ ഇഷ്ടങ്ങളും ആളുകളുടെ വെറുപ്പുകളും, അതിനകത്തൊക്കെ മനുഷ്യനെന്ന സ്പീഷീസിന് കുറേ കോമണാലിറ്റി ഉണ്ടല്ലോ. അങ്ങനെ ഇതിൻ്റെ ഫ്രണ്ട് ഗേറ്റിലെത്തി. ഇവിടെ 2 വശത്തുമായിട്ട് എന്തോ യുദ്ധത്തെ സമയത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ഇത് കാണാം. ഈ കറുത്ത കളറിൽ കാണുന്നത് അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നതാണ് മെയിൻ ആളുകളുടെ ഒരു ഹോബി. ഈ ഭാഗത്തെത്തുമ്പോൾ ഞാൻ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുള്ള, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് അപ്പാടെ പകർത്തി ഉണ്ടാക്കിയ കൃത്രിമ നിർമ്മിതികളായിരിക്കും നമ്മൾ ആ സിനിമയിൽ കണ്ടിട്ടുള്ളത്. എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് ഫോട്ടോ എടുക്കാൻ ഒരു ചാൻസ് കിട്ടിയതേ ഇല്ല. ഇപ്പോഴും ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് നേരം നിന്ന് എനിക്കും കിട്ടിയ ഒരു ചാൻസ്. എനിക്കിതിലൊന്നും വലിയ താല്പര്യമില്ല. ഞാൻ എല്ലാ ആളുകളും കാണുന്നതിന് വ്യത്യസ്ത ഇതൊക്കെയാണ് ഞാൻ നോക്കാറുള്ളത്. അപ്പം ഇതിനകത്തെത്തി ഈ ഭാഗത്തെത്തുമ്പോൾ ഞാൻ കണ്ട ഏതൊക്കെയോ പഴയ സിനിമകളുടെ ലൊക്കേഷൻ പോലെ എനിക്ക് തോന്നി. ഇതിനകത്ത് ആളുകളോട് സ്റ്റാഫുകളോട് ചോദിച്ചപ്പോൾ ഇവിടെ സിനിമ നിർമ്മിച്ചിട്ടില്ല, പക്ഷേ ഇതുപോലെ നിർമ്മിച്ചിട്ടുള്ള ആർട്ടിഫിഷ്യലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളിടത്താണ് സിനിമ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് അവർ കോപ്പി ചെയ്തത് അല്ലെങ്കിൽ അവർക്ക് ഐഡിയ കിട്ടിയത് ഇതെന്നായിരിക്കാം. അപ്പോൾ ഇതാണ് കോട്ടയുടെ പ്രവേശന കവാടം. ഒരുപക്ഷെ നമ്മളിപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ സംരക്ഷിക്കാൻ പട്ടാളക്കാരെയൊക്കെ നിർത്തിയിരിക്കുന്ന പോലത്തെ ഒരു ഇതാണ് ഈ കോട്ടയ്ക്ക് ചുറ്റുമുള്ള കിടങ്ങും ഈ വെള്ളം കൊണ്ട് ബാരിയർ സൃഷ്ടിച്ചിരിക്കുന്നതും. ഇതുപോലെ ശത്രുക്കൾ വരുമ്പോൾ തന്നെ ഈ ഉപകരണം ഉപയോഗിച്ച് നിറവൊഴിക്കാനും എന്തൊക്കെയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഇതൊരു ജയിലായിരിക്കാം. അങ്ങനെ കുറ്റം ചെയ്യുന്ന ആളുകളെ പ്രവേശന കവാടത്തിൽ വെച്ച് തന്നെ പിന്നെ അടുത്ത ഘട്ടത്തിലായിരിക്കും അവർക്ക് കൂടുതൽ കടുത്ത ശിക്ഷകൾ നൽകുന്നത്. അപ്പോൾ ഇതൊക്കെ ജയിൽ പോലെയാണ്. ഇത് ഗേറ്റാണ്. ഇതിൻ്റെ ഇപ്പുറത്താണ് ഒരു ജയിൽ മുറി പോലെ കണ്ടത്. അങ്ങനെ പ്രവേശന കവാടത്തിലൂടെ നമ്മളകത്തോട്ട് കിടക്കുകയാണ്. ഇവിടെ ഈ ചുമര് ഇതൊക്കെ എൻ്റെ വിഷയമല്ല എൻജിനീയറിങ്, പക്ഷേ എനിക്ക് ഇങ്ങനത്തെ നിർമ്മിതികൾ എവിടെ ചെന്നാലും കെട്ടിടങ്ങളുടെ നിർമ്മിതിയിലെ കംപ്ലൈൻറ്റ് പറയുന്ന ഒരു സമൂഹം ആണല്ലോ ചുറ്റുമൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ളിടത്ത് ഈ ചുമരുകളുടെ ഒരു കെട്ടുറപ്പ് കണ്ട് ഞാനങ്ങ് മയങ്ങി നിൽക്കുകയാണ്.
ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ഈ മുകളിൽ കാണുന്ന ഭാഗത്ത് 2 സ്റ്റാഫുകളൊന്ന് പുല്ല് പറിക്കുന്ന കണ്ടു. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് ഇപ്പോഴും പല ഭാഗത്തും അവിടെ സെക്യൂരിറ്റികളും പോലീസൊക്കെ ഇരുന്ന് നമുക്ക് അങ്ങനെ ഫുള്ള് ഇതിൻ്റെ രഹസ്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല. കുറച്ച് അങ്ങോട്ട് അകത്തേക്കൊക്കെ പോയി കഴിയുമ്പോൾ പലതും എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ചില ഭാഗത്തേക്ക് മെയിൻ്റനൻസ് വർക്കിൻ്റെ പേരെന്നും ഒക്കെ പറഞ്ഞ് അവിടേക്കൊന്നും പ്രവേശനം അലൗഡല്ല. ഭൂമിക്ക് അടിയിൽ കെട്ടിടങ്ങളുണ്ട്. അങ്ങനെ ഒത്തിരി കുറേ രഹസ്യാത്മകമായ ഭാഗങ്ങളുണ്ട് അവിടെ. മെയിൻ്റനൻസ് കൊണ്ട് തന്നെയാണോന്നറിയില്ല, നമുക്ക് പ്രവേശനം ഇല്ല ചിലയിടത്തൊന്നും. അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും ഈ കെട്ടിടത്തിൻ്റെ ഒരു രഹസ്യാത്മകത അത്രയ്ക്കങ്ങ് മനസ്സിലാകില്ല. കാണാൻ ലഭിക്കുന്നിടത്ത് വെച്ച് തന്നെ നമ്മുടെ അറിവിനെ സമ്പന്നമാക്കുന്ന ചരിത്ര അറിവുകൾ, ചരിത്രം മാത്രമല്ല മനുഷ്യനായിട്ട് ബന്ധപ്പെട്ട, ഭരണവുമായിട്ട് ബന്ധപ്പെട്ട, നിർമ്മിതികളുമായിട്ട് ബന്ധപ്പെട്ട, അഡ്മിനിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഓർഗനൈസിങ്, ഇങ്ങനെ എല്ലാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട അറിവുകൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ലഭിക്കും. വെറും ഒരു ചരിത്രം മാത്രമല്ലത്. എൻ്റെ സെൽഫി സ്റ്റിക്കിൽ സൗണ്ട് റെക്കോർഡ് ചെയ്യപ്പെടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സൗണ്ട് കളഞ്ഞിരിക്കുന്നതല്ല, സൗണ്ട് ഇല്ല, റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് വോയിസ് കൊടുക്കുക എളുപ്പമായി. ഈ ഭാഗത്ത് ഇത് കാണുമ്പോൾ എനിക്ക് പല സിനിമകളിലെ ഡാൻസ് സീനും പിന്നെ ഈ സൈന്യങ്ങളെല്ലാം ഒന്നിച്ച് നിന്ന് ആക്രമണത്തിനൊരുങ്ങുന്നതായി ഒത്തിരി സിനിമാ സീനുകളാണ് എനിക്കിവിടെ നിൽക്കുമ്പോൾ ഓർമ്മ വരുന്നത്. ഈ ഭാഗത്തുള്ള സ്കൂളുകളിലെ കുട്ടികളെ കൊണ്ടുവന്ന് അവിടെ ടീച്ചേഴ്സോ അല്ലെങ്കിൽ ഗൈഡുമാർ ഒരുപാട് വിശദീകരണങ്ങളൊക്കെ കൊടുക്കുന്നത്. ഞാൻ തൊട്ടടുത്ത ദിവസം വീണ്ടും വന്നിരുന്നു ഇവിടെ. കാരണം ഇവിടുന്ന് കുറച്ചങ്ങോട്ട് ദൂരം ചെല്ലുമ്പോഴേക്കും എൻ്റെ ഫോൺ സ്വിച്ച് ഓഫായി. പിന്നീട് ഞാൻ കണ്ട കാഴ്ചയ്ക്ക് എൻ്റെ കണ്ണിൽ മാത്രം, മനസ്സിൽ മാത്രം നിറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീണ്ടും ഓർമ്മയിൽ സൂക്ഷിക്കാനും ഇതുപോലെയൊക്കെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുമായിട്ട് ഞാൻ പിറ്റേ ദിവസം കൂടി വന്നിരുന്നു. അപ്പോൾ അതുപോലെ ഒത്തിരി സ്കൂൾ കുട്ടികളെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ ഗൈഡുമാർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കണ്ടു. ഇതൊക്കെയാണ് നിർമ്മിതികൾ. ആ ചാക്കമായിട്ട് പോകുന്ന ആൾ പുല്ല് പറിച്ചുകൊണ്ട് വരുന്ന മുകളിൽ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ചിലപ്പോൾ ആ മുകൾ ഭാഗത്ത് പുല്ലാണോ ഇതിൻ്റെ തറഭാഗം എങ്ങനെയാണ് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. പല ഭാഗത്തും ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പ്രവേശനം ഇല്ലാത്ത ഇടങ്ങളുമുണ്ട്. അവിടെയൊക്കെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. അവിടേക്ക് ഒന്നും നമുക്ക് പ്രവേശനം ഇല്ലാത്തതാണ്. അതിന് മുകളിലേക്കൊന്നും പ്രവേശനമില്ല. പിന്നെ ഈ കെട്ടിടത്തിന് റെഡ് ഫോർട്ട് എന്ന പേര് വരുന്ന ഒരു പക്ഷേ ഇങ്ങനെ ഫുള്ള് റെഡ് കളറിലാണല്ലോ. പക്ഷെ നമ്മൾ കൈ വെച്ചിട്ട് തൂക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഇതിൻ്റെ റെഡ് കളർ പോരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും നാച്ചുറലായിട്ടുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതായിരിക്കാം. ഇഷ്ടികയുടെ ഒരു കളറാണ്. ഇഷ്ടിക പൊടിച്ചോ അല്ലെങ്കിൽ എനിക്കറിയില്ല അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നുള്ളത്. ആർട്ടിഫിഷ്യലാണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് വരില്ല. നമ്മളിങ്ങനെ കയ്യോ ഡ്രസ്സോ അവിടെ മുട്ടിക്കഴിയുമ്പോൾ ചെറുതായിട്ട് ചുവന്ന കളറിങ്ങനെ വരും. പ്രകൃതിയിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്തായിരിക്കാം. ഇങ്ങനെ വീണ്ടും നമ്മളകത്തേക്ക് നമ്മൾ ഫസ്റ്റ് എൻട്രി വഴി വന്നു. ആ ഒരു വലിയ അകത്തളം പോലെ കണ്ടു, ഒരു സ്വീകരണ ഇതുപോലെ. അത് കഴിഞ്ഞ് വീണ്ടും അകത്തേക്ക്, ഇവിടെ നിന്ന് അങ്ങ് അറ്റത്തേക്ക് ഒരു പാസേജാണ്. ഇതിൻ്റെ ഇരുവശത്തുമായിട്ട് പല ഷോപ്പുകളുമുണ്ട്. കരകൗശല വസ്തുക്കൾ, കൂടുതലും ബാഗുകൾ, പിന്നെ മാർബിളിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ, അങ്ങനെയുള്ള പല ഷോപ്പുകളാണ്. അതുപോലെ തന്നെ തണുപ്പ് കാലത്ത് ഉപയോഗിക്കുന്ന ഷോളും ഒക്കെയുണ്ട്. ഈ ഇരുവശത്തുമായിട്ട് ചെറിയ ചെറിയ ഷോപ്പുകളാണ്. അതിൻ്റെ മുകളിലും നിർമ്മിതികളുണ്ട്. റൂമുകളൊക്കെ പോലെയാണ് തോന്നുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ ചെന്ന് കഴിയുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു രാജ്യം എന്ന് തോന്നുന്ന ഒരു കിങ്ഡം എന്നൊക്കെ വിളിക്കാവുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഈ പാസേജിലൂടെ നേരെ അങ്ങ് ചെല്ലുമ്പോൾ കാണുന്നത്. അവിടെ കാണുന്ന ആ കെട്ടിടങ്ങളുടെയൊക്കെ ഭംഗി, ഒരു കെട്ടിടം തന്നെ ഞാൻ ഒരുപാട് നേരം ഷൂട്ട് ചെയ്താണ് എൻ്റെ ഫോണ് ഓഫായത്. അപ്പോൾ എൻ്റെ പവർ ബാങ്ക് വർക്ക് ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ അന്ന് വൈകുന്നേരം തന്നെ പുതിയ പവർ ബാങ്കൊക്കെ വാങ്ങിയത്. നോക്കുക, ഇതിൻ്റെയൊക്കെ മുകളിൽ ഡിസൈനും നിർമ്മിതിയൊക്കെ എന്താ പറയുക, ഒന്നും പറയാനില്ല. നമ്മൾക്ക് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. മീൻസ് നമ്മൾ പണിയുന്ന കെട്ടിടങ്ങൾക്കൊന്നും ഇത്രയ്ക്ക് ഭംഗി കൊണ്ടുവരാൻ, ഒരു സൗന്ദര്യാത്മകത കൊണ്ടുവരാൻ നമുക്കെന്ത് സാധിക്കാത്തത് എന്നാണ് മനസ്സിലാകാത്തത്.
ഒരുപക്ഷെ അന്ന് ഇത്തരം നിർമ്മിതികളൊക്കെ ചെയ്ത കലാചാതുര്യമുള്ള ആളുകളെയൊക്കെ കോളനി ഭരണകാലത്തെ രാജ്യങ്ങൾ അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടാകാം. കൂടാതെ ഇപ്പോൾ നമ്മൾ കൂടുതൽ കൺവീനിയൻസിനാണ് പ്രാധാന്യം നൽകുന്നത്, അതും ഒരു കാരണമാകാം. അങ്ങനെ നമ്മൾ ഈ സെൻറ്റർ ഭാഗത്തൂടെ പോവുകയാണ്. ഇവിടെ എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കാരണം ഷോപ്പിംഗ് നമ്മൾ ചെയ്യുന്തോറും നമ്മുടെ ലഗേജ് ഭാരം കൂടും. കൂടാതെ പക്ഷെ നല്ല വിലക്കുറവുണ്ട്. നമ്മൾ കേരളത്തിലെ പല ഷോപ്പുകളിൽ 750 രൂപയ്ക്കൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ബാഗുകൾ ഇവിടെ 150 രൂപയ്ക്ക് ഒരുപാട് ബാഗുകൾ ഞാൻ കണ്ടു. ചെറുതും വലുതുമായ ബാഗുകൾ, അതൊക്കെ 2-3 ഇരട്ടി വിലയ്ക്കാണ് നമ്മുടെ നാട്ടിൽ വിൽക്കുന്നത്. എന്തായാലും അങ്ങനത്തെ സെയിൽ ആൻഡ് പർച്ചേസിങ്ങിന് താല്പര്യമുള്ളവർക്ക് ഇത് നല്ലൊരു ഏരിയയാണ്. കൂടുതലും എന്താ പറയുക, ഹാൻഡിക്രാഫ്റ്റ്സാണ്, കൈകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിൽക്കാൻ വെച്ചത്. ഇതിലൂടെ അകത്തേക്ക് പ്രവേശനമില്ല, പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് ആരും കാണാതെ പോയിട്ട് ഷൂട്ട് ചെയ്താണ്. ചില ഭാഗത്തൊക്കെ പോലീസ് തടയുണ്ടായിരുന്നു, അത് മുന്നോട്ടുള്ള വഴിയിൽ ഞാൻ പറയാം. അങ്ങനെ ഇപ്പോൾ 2 സ്ഥലത്ത് ആ കാണുന്ന വാതിൽ പോലെയില്ലേ, അത് അപ്പുറത്തേക്കടെ ചെന്നാൽ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ അകത്ത് കയറിയതിന് വിസിലടിക്കും പോലീസ് അവിടെ നിന്ന്. നമ്മളെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് വലിച്ചിറക്കി കൊണ്ടുവരും. അത് ഈ പുറത്തേക്കുള്ള കാഴ്ച കാണുന്നതാണ്. ഇപ്പോഴും ഈ കെട്ടിടത്തിൻ്റെ രഹസ്യാത്മകത പുറത്തുവിടാൻ തയ്യാറല്ലെന്ന് തോന്നുന്നു. കാരണം വീണ്ടും തകർക്കപ്പെടുമെന്നൊക്കെ കരുതിയിട്ടാണോ എന്തോ. ദ റെഡ് ഫോർട്ട്, ഓൾസോ നോൺ ആസ് ലാൽ കില ഹിന്ദുസ്ഥാനി, it's a historic fort in Delhi, India that historically served as the main residence of the Mughal emperors. Emperor Shah Jahan commissioned construction of the Red Fort on 12th May 1639 when he decided to shift the capital from Agra to Delhi. ഷാജഹാനാണ് ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് തൻ്റെ ക്യാപിറ്റൽ മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് 1639 മെയ് 12 ഇത് കമ്മീഷൻ ചെയ്തത്. Originally red and white, its design is credited to architect Ustad Ahmad Lahori, who also constructed the Taj Mahal. The fort represents a high point in the Mughal architecture under Shah Jahan and combines Persian palace architecture with the indigenous Indian traditions. ഉസ്താദ് അഹമ്മദ് ലഹോറി എന്ന ആർക്കിടെക്റ്റാണ് റെഡ് ഫോർട്ട് പണിതത്. റെഡിലും വൈറ്റിലും, അകത്തെ ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും വൈറ്റാണ് കൂടുതലും, റെഡും വൈറ്റും മിക്സാണ്. ഇതൊരു ഇൻഡോ മുഗൾ ആർക്കിടെക്ചറാണെന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ് വാസ് ബിൽറ്റ് ഫോർ മുഗൾ എംപയർ, മുഗൾ രാജാക്കന്മാർക്ക് വേണ്ടി പണിതാണ്. ഉസ്താദ് അഹമ്മദ് ലഹോറിയാണ് പണിതത്. ഇൻഡോ മുഗൾ ആർക്കിടെക്ചർ, ഇൻഡോ ഇസ്ലാമിക ആർക്കിടെക്ചർ എന്നൊക്കെ അറിയപ്പെടുന്നു. 1648 മുതൽ 1857 വരെ മുഗൾ രാജാക്കന്മാരായിരുന്നു ഇതിൻ്റെ ഓണേഴ്സ്. 1857 മുതൽ 1947 വരെ ഗവൺമെൻറ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു. 1947 മുതൽ അത് ഇന്ത്യയുടെ കീഴിലാണ്. 2007 യുനെസ്കോ ഇതിനെ ഒരു വേൾഡ് ഹെറിറ്റേജ് ആയിട്ട് പ്രഖ്യാപിച്ചു. 376 വർഷത്തെ പഴക്കമുള്ള കെട്ടിടമാണ് റെഡ് ഫോർട്ട് എന്നത്. 209 വർഷക്കാലം ഇത് മുഗൾ എംപറേഴ്സിൻ്റെ കീഴിലായിരുന്നു. 90 വർഷം ബ്രിട്ടീഷ് കോളനി ഇന്ത്യയുടെ കീഴിലായിരുന്നു. ആൻഡ് നൗ 77 years അണ്ടർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. കാണിക്കുന്ന ചിത്രങ്ങൾ വോയിസ് തമ്മിൽ ബന്ധമില്ല. അതിന് കാരണം ഞാൻ ഇത്രയും നേരം ഇങ്ങനെ വോയിസ് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര അതിശയായി കെട്ടിടത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്. അങ്ങനെ പെട്ടെന്ന് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടെത്തിയതാണ്. നമുക്ക് വർഷം മാത്രമാണ് ഇതിൽ ലഭ്യമുള്ളൂ. അപ്പോൾ ഞാനതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുത്തതാണ്. 376 years പഴക്കമുള്ള കെട്ടിടമാണെന്ന് ഓർക്കണം. ഇത്രയും മനോഹരമായിട്ട് ഇപ്പോഴും ഒരു കേടുപാട് കൂടാതെ നിൽക്കുന്നത്. അതിൽ 209 വർഷമാണ് ഈ മുഗൾ ചക്രവർത്തിമാർ അവരുടെ റെസിഡൻസായിട്ട്, അവരുടെ ഭരണകേന്ദ്രമായിട്ട് ഉപയോഗിച്ചത്. 90 വർഷം ബ്രിട്ടീഷ് കോളനി ഇന്ത്യ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു. നമ്മളുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലായിട്ടിപ്പോൾ 77 വർഷം. ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ
നമ്മളിപ്പോൾ കണ്ട ഈ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതിൻ്റെ പേര് ചാട്ട ചൗക്ക് എന്നാണ്. ഷാജഹാൻ്റെ ഭരണസമയത്തും അതൊരു കവേർഡ് ബസാർ, ചാട്ട ചൗക്ക് എന്ന് വെച്ചാൽ കവേർഡ് ബസാർ എന്നാണ്. അവിടെ ഇതുപോലെ തന്നെ സാധനങ്ങൾ വിൽക്കാനുള്ള സ്ഥലമായിരുന്നു. അവിടെ കൂടുതൽ വിറ്റിരുന്നത് വെൽവെറ്റ്, ജുവൽസ്, അങ്ങനെ കുറച്ച് ലക്ഷറി ഐറ്റംസാണ് വിറ്റിരുന്നത് ഈ രണ്ട് വസ്തുവായിട്ട്. അന്ന് താഴെ മുകളിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ താഴെ മാത്രമാണ് ഇത് ലഭ്യമായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനൊരു ഇതിനകത്തുള്ള താമസക്കാർക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള ലക്ഷറി ഐറ്റംസ് വാങ്ങാനുള്ള ഒരു ബസാറായിരുന്നു ഇപ്പം നമ്മൾ കടന്നു പോകുന്ന പാസേജിൽ ഇരുവശത്തുമായിട്ടുള്ള ഷോപ്പുകൾ. ഇനി മറ്റൊരു ചരിത്രം കൂടി. 1739 നാദിർ ഷായുടെ അധിനിവേശം, അദ്ദേഹം ഈ കെട്ടിടം റെഡ് ഫോർട്ട് പിടിച്ചെടുത്തപ്പോൾ ഇതിനകത്തുള്ള പല കലാപരമായ പലതും മോഷ്ടിക്കപ്പെടുകയും ജുവൽസ്, സ്വർണ്ണമൊക്കെ മോഷ്ടിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ സീലിങ്സിൽ വരെ സ്വർണ്ണമൊക്കെ പതിപ്പിച്ചിരുന്നു, അതൊക്കെ ഇളക്കിയെടുത്ത് കവർച്ച നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1857 ശിപായി ലഹള സമയത്ത് ബ്രിട്ടീഷുകാർ ഇതിലെ പല മാർബിൾ നിർമ്മിതികളും നശിപ്പിച്ചു കളഞ്ഞു. ഞാൻ ഈ കോട്ടയുടെ പുറത്ത് വെച്ച് പറഞ്ഞില്ലേ ഇതിൻ്റെ അകത്ത് വന്ന ഒരു കിങ്ഡാണെന്ന്. ഇതാ ഈ സ്ഥലങ്ങളൊക്കെ നോക്കുക. ഏതോ ഒരു ഗതകാലത്തെ ഒരു രാജകൊട്ടാരത്തിലിരിക്കുന്ന ഒരു പ്രതീതിയല്ലേ. കെട്ടിടങ്ങളായാലും എന്തൊരു ഫിനിഷിങ്, എന്തൊരു വാസ്തുവിദ്യ. വാസ്തുവിദ്യ എന്താണെന്ന് അറിയണമെങ്കിൽ ഇതിനകത്ത് വരണം. ഞാൻ വാസ്തുവിദ്യ പഠിച്ചിട്ടില്ലെങ്കിൽ കാഴ്ചപ്പാടിൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. നമ്മൾ വാസ്തുവിൽ പറയുന്ന പോലെ എയറിൻ്റെ എൻട്രൻസും എക്സിറ്റും ഒക്കെ ഒരേ ദിശയിലും, അതുപോലെ തന്നെ നടന്നു പോകാനുള്ള വഴികൾ, വെള്ള ലഭ്യത, ഇത്രയും ബുദ്ധിപരമായിട്ടുള്ളൊരു ആർക്കിടെക്ചർ ഞാൻ ഒരുപാട് കെട്ടിടങ്ങൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും, എന്തായാലും അതിശയിപ്പിക്കുന്നത് തന്നെയാണ്. ഇതിനകത്ത് കുറേ സമയം സ്പെൻഡ് ചെയ്താൽ നമ്മൾ മാധ്യമങ്ങളിലൂടെ സിനിമകളിലൂടെയൊക്കെ കാണുന്ന, പറഞ്ഞു കേൾക്കുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഇന്ത്യയും തമ്മിൽ എന്താണ് എന്ന് നമുക്ക് ദിവസങ്ങളോളം, ഞാനിപ്പോൾ അവിടെ പോയി വന്നിട്ട് ഒരാഴ്ച പിന്നിട്ടു, ഇപ്പോഴും ആ ചിന്തകളുടെ വേട്ടയാടൽ എന്നെ വിട്ടിട്ടില്ല. ഇനി അങ്ങോട്ട് ഇതുപോലുള്ള ഒത്തിരി കെട്ടിടങ്ങൾ, നിർമ്മിതികൾ, തിയേറ്റർ, അതായത് നമുക്ക് അന്നൊക്കെ എനിക്ക് തോന്നുന്നു പാട്ടും ഡാൻസൊക്കെ ആയിരിക്കും ഉണ്ടാകുക. അത് അവതരിപ്പിക്കാനുള്ള വേദി, അത് കാണാനുള്ള ആളുകൾക്ക് ഇരിക്കാനുള്ള വേദി, അവർക്ക് നടന്നു വരാനുള്ളത്, അതുപോലെ തന്നെ എല്ലായിടത്തേക്കും വെള്ളം ലഭിക്കാനുള്ള സംവിധാനം. ഇദ്ദേഹം മുഗൾ രാജാക്കന്മാരായതുകൊണ്ട് ഇവർക്ക് നിസ്കരിക്കാനുള്ള പള്ളി, ആ പള്ളിയിലേക്ക് പോകാനുള്ള വഴി, കിടക്കുന്ന സ്ഥലം, താമസ സ്ഥലം, ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന സ്ഥലം, ഇതൊക്കെ അതിശയിപ്പിക്കും. നമുക്ക് ഒരാഴ്ച എടുത്ത് കാണാൻ മാത്രമുള്ള കാര്യങ്ങളുണ്ട്. ഈ കെട്ടിടം ഇങ്ങനെ കുറേ ഫോട്ടോ എടുത്തിരിക്കാനാണ് എൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയത്. ഒന്ന് നോക്കുക, അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന്. 376 കൊല്ലം മുൻപ് ഇങ്ങനത്തെ നിർമ്മിതികൾ ചെയ്യാൻ പറ്റിയെങ്കിൽ എന്താണ് ആർക്കിടെക്ചർ, എന്താണ് എൻജിനീയറിങ്, എന്തിനാണ് നമ്മളൊക്കെ ഈ സ്പെഷ്യലൈസേഷനിൽ കിടന്ന് തപ്പിത്തടയുന്നത്? ടാലൻറ്റഡ് ആയിട്ടുള്ള, ടേസ്റ്റുള്ള, ആപ്റ്റിറ്റ്യൂഡുള്ള ആളുകൾ ഇതിലേക്ക് വന്ന് അവരെ ഡെവലപ്പ് ചെയ്യുകയല്ലേ വേണ്ടത് എന്നൊക്കെ ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി.
ന്യൂഡൽഹി മെട്രോ സ്റ്റേഷനിൽ നിന്ന് ചാന്ദിനി ചൗക്ക് വരെ ഒരു 12 രൂപയോ മറ്റോ ആണ് കാർഡ് പേയ്മെൻറ്റ് ഉണ്ടായത്. പിന്നെ ഇവിടെ വന്ന് 50 രൂപയുടെ ടിക്കറ്റ്. പിന്നെ നമുക്ക് വേണ്ടത് ക്ഷമയോടെ ഇങ്ങനെ നടക്കാനും കണ്ടു മനസ്സിലാക്കാനും കാലിൽ നല്ല സിക്യൂറായിട്ടുള്ള ചെരുപ്പ് ധരിക്കുക, കയ്യിലൊരു കുപ്പി കരുതുക, ഇവിടെ വെള്ളം ലഭിക്കുക, അത് എടുത്ത് കുടിക്കുക, ക്ഷമയോടെ അങ്ങനെ നടക്കുക. വേറെ ഒരു ചിലവുമില്ല ഇത് കാണാനായിട്ട്. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നൗബത് ഖാൻ അഥവാ ഡ്രം ഹൗസിനെ കുറിച്ചാണ്. ചക്രവർത്തിയും മറ്റ് ഡിഗ്നിറ്ററീസും വരുന്ന സമയത്ത് മ്യൂസിഷ്യൻസ് ഡ്രം കൊട്ടി അത് അനൗൺസ് ചെയ്യുകയും കൂടാതെ ദിവസത്തിൽ 5 പ്രാവശ്യം ഗാനാലാപനം നടത്തിയിരുന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റോയൽ പാലസുകളിലെല്ലാം ഈ നൗബത് ഖാന ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. ഇതിലെ പല പെയിൻറ്റിങ്ങുകളും സ്വർണത്തിൽ പെയിൻറ്റ് ചെയ്യപ്പെട്ടാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഏതാനും സെക്കൻഡുകൾക്ക് ശേഷം എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആകും. അതോടെ പിന്നെ അന്നത്തെ ദിവസം ഫോൺ ഓൺ ആയിട്ടില്ല. ഞാൻ ബാക്കിയൊക്കെ വെറുതെ നടന്ന് കണ്ടു. പിറ്റേ ദിവസം കണ്ടതൊക്കെ വന്ന് വീണ്ടും ഷൂട്ട് ചെയ്തു. അത് ഞാൻ അടുത്ത പാർട്ട് ഓഫ് വീഡിയോയിലിടാം. അപ്പോൾ ഇവിടത്തോടെ ഈ വീഡിയോ തീരാണ്. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.